ഞാൻ ആത്മാവിൽ നിന്ന് കണ്ടുകൊണ്ട് പറയട്ടെ, ചിലരെ എൻ്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. നീ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴും, നീ തകർന്നെന്ന് പറയുമ്പോഴും, നിന്റെ ജീവിതം പരാജയപ്പെട്ടെന്ന് പറയുമ്പോഴും, എല്ലാം നശിച്ചെന്ന് പറയുമ്പോഴും, ആ സ്നേഹം നിന്നെ കാത്തിരിക്കുന്നു. മുഷിപ്പുകളില്ലാതെ, മടുപ്പുകളില്ലാതെ ഈ സ്നേഹനിധിയായ അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു. അതയ്ക്കു വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒക്കെ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിവാനും. എല്ലാവരും ഒന്ന് വായി തുറന്ന് പറഞ്ഞ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നു ആ പ്രാർത്ഥന? എന്തായിരുന്നു തിരുവെഴുത്തിൽ കാണുന്ന ആ പ്രാർത്ഥന? അത് മറ്റൊന്നല്ല. ഒന്ന്, നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിരിക്കണം. ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ദ ലവ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കുന്ന, കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്ന അനുഭവം. മതത്തിലല്ല, മതാനുഷ്ഠാനങ്ങളിലല്ല, വ്യക്തികളിലല്ല, സംഘടനയിലല്ല, കമ്മിറ്റിയിലല്ല, കനാൻജിയിലല്ല, കാശുകാരനിലല്ല, പദവിയിലല്ല, മക്കളിലല്ല, മനുഷ്യരിലല്ല, മാതാപിതാക്കളിലല്ല, കുടുംബ ബന്ധങ്ങളിലല്ല. ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയവരായി. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയവരായി. അപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയെയും അറിവിനെയും പരിജ്ഞാനത്തെയും ഒക്കെ കവിയുന്ന ദൈവസ്നേഹത്തെ, ക്രിസ്തുവിലുള്ള സ്നേഹത്തെ നിങ്ങൾ അറിയണം. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും പൗലോസിനെ പോലെ തന്നെയാ. കർത്താവേ, ഇന്ന് പകലിൽ മതമറിഞ്ഞവരുണ്ട്, സ്തോത്രം, കർമാചാരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, നിയമങ്ങളിൽ നിലനിൽക്കുന്നവരുണ്ട്, സ്തോത്രം, പാരമ്പര്യങ്ങളിൽ പെട്ടുപോയി പരാജയപ്പെട്ടവരുണ്ട്. അവരെല്ലാം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ഇന്ന് പകലിൽ പ്രാപ്തരാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ പരിജ്ഞാനത്തെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ നോളജിനെ, എൻ്റെ അറിവുകളെ കവിയുന്ന, എത്ര ശക്തമേറിയ പദ! ഇവർക്കൊക്കെ എങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. ഇവർക്കൊക്കെ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പരിജ്ഞാനത്തെ, എൻ്റെ അറിവിനെ, എൻ്റെ കഴിവിനെ, എൻ്റെ ചിന്തകളെ ഇതുവരെ ഞാൻ ബൈബിൾ കോളേജിൽ നിന്നും, പള്ളിയിൽ നിന്നും, പാസ്റ്ററിൽ നിന്നും, മനുഷ്യരിൽ നിന്നും, മതത്തിൽ നിന്നും, ബെന്തിക്കോസിൽ നിന്നും, റിലീജിയസിൽ നിന്നും ഒക്കെ ഞാൻ പഠിച്ചു വെച്ച സകല മറിച്ചിട്ടുകൊണ്ട് എൻ്റെ അകത്ത് വെളിപ്പെട്ട് കവിഞ്ഞു വരുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ എന്നെ പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിനകത്തു നിന്നും ആത്മാവിൽ വെളിപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലേ? രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. ബെന്തിക്കോസിലായിരിക്കാം രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. സ്നാനപ്പെട്ട് പാസ്റ്ററെ അഭിഷേകം പ്രാപിച്ചു, നീ രക്ഷിക്കപ്പെടണം എന്ന് പകലിൽ. നീ രക്ഷിക്കപ്പെടണം. നീ യഥാർത്ഥമായി കർത്താവിൻ്റെ ക്രൂശിന്റെ ദർശനം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിന്റെ ആഴം എന്തെന്നറിയാൻ നിനക്ക് കഴിയുകയും നിന്റെ കണ്ണിൽ ഈറനണിയുകയും ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊരു വികാരം ഉണ്ടാകില്ല. കാരണം ഈ സ്നേഹത്താലല്ല നീ പിടിക്കപ്പെട്ടത്. നീ പിടിക്കപ്പെട്ടത് മതത്തിന്റെ നിയമങ്ങളാല. സ്നേഹത്താലല്ല നീ പിടിക്കപ്പെട്ടത്. നീ പാരമ്പര്യത്തിൽ പിടിക്കപ്പെട്ടു. സ്നേഹത്താലല്ല പിടിക്കപ്പെട്ടത്. ഇങ്ങനെ കടന്നുപോയ ഒരു വകുപ്പിനകത്ത് നീയും അങ്ങ് പിടിക്കപ്പെട്ടു. നോ, ഇന്ന് പകൽ കർത്താവിന്റെ സ്നേഹത്തെ അറിയുന്നെങ്കിൽ അവരോട് ദൈവം പറയുന്നു, നിന്റെ നോളജുകളെ, നിന്റെ പരിജ്ഞാനത്തെ, നിന്റെ അറിവുകളെ ഒക്കെ കവിയുന്ന ഒന്ന്, ആമീൻ, വളരെ ഡീപ്പായ ഒന്ന് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ഞാനും നിങ്ങളും ശത്രുക്കളായിരിക്കുമ്പം തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും പാപം ചെയ്ത് ലോകപ്രകാരം ജീവിച്ച കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, നിരപ്പ് വന്ന ശേഷം, അവന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ട ശേഷം, വീണ്ടെടുപ്പ് പ്രാപിച്ച ശേഷം നാം എത്രയധികം
അവന്റെ ജീവനിൽ രക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ എത്രയധികം അവനാൽ നാം സ്നേഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും, ലോകസ്നേഹികളായിരുന്ന എന്നെയും നിങ്ങളെയും ക്രൂശിൽ കർത്താവ് സ്നേഹിച്ചെങ്കിൽ, ആ സ്നേഹത്തെ പ്രകടമാക്കിയെങ്കിൽ, രക്ഷിക്കപ്പെട്ട നിങ്ങളോട്, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട നിങ്ങളോട്, വീണ്ടെടുക്കപ്പെട്ട നിങ്ങളോട് കർത്താവ് പറയുന്നു, മോനെ മോളെ, ഇന്ന് ഇപ്പം എത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് അറിയാവോ? അന്ന് അത്രയും ഞാൻ സ്നേഹിച്ചെങ്കിൽ ഇന്ന് എത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രകടമാക്കിയ, പ്രദർശിപ്പിച്ച, വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ആത്മക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അവന് വേണ്ടി ആരാധിക്കുന്ന, പാടുന്ന പാട്ടിനാണ് ആരാധന എന്ന് പറയുന്നത്. ഞാൻ ആത്മാവിൽ നിന്ന് കണ്ടുകൊണ്ട് പറയട്ടെ, ചിലരെ എന്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. നീ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴും, നീ തകർന്നെന്ന് പറയുമ്പോഴും, നിന്റെ ജീവിതം പരാജയപ്പെട്ടെന്ന് പറയുമ്പോഴും, എല്ലാം നശിച്ചെന്ന് പറയുമ്പോഴും, ആ സ്നേഹം നിന്നെ കാത്തിരിക്കുന്നു. മുഷിപ്പുകളില്ലാതെ, മടുപ്പുകളില്ലാതെ ഈ സ്നേഹനിധിയായ അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു. അപ്പൻ എഴുന്നേറ്റ് അവന്റെ അടുക്കലേക്ക് പോയി. ബൈബിൾ പറയുന്നു, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നിങ്ങൾക്ക് ഇനി ഒരു സത്യം കേൾക്കണോ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു പിതാവിനെ ആക്ഷേപിച്ച് ഒരപ്പനെ തള്ളിക്കളഞ്ഞ് ആ അപ്പന്റെ സ്വത്തുവകകൾ എടുത്ത് അന്യദേശത്തേക്ക് പോയി വ്യഭിചാരവും ചെയ്ത് പാപവും ചെയ്ത് സകല തിന്മകളും ചെയ്തവൻ ഇനി ആ പട്ടണത്തിൽ കയറാൻ നാട്ടുകാർ സമ്മതിക്കുകയില്ല. ഇനി ആ പട്ടണത്തിൽ കയറിയാൽ അപ്പനല്ല കൈകാര്യം ചെയ്യുന്നേ. ഇനി ഇവൻ ഈ പട്ടണത്തിൽ കയറിയാൽ മറ്റാരുമല്ല കൈകാര്യം ചെയ്യുന്നേ, നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നേ. കാരണം വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ വന്നത് ചേട്ടത്തി അനിയത്തി ഒന്നും അല്ലല്ലോ, നാട്ടുകാരല്ലേ. നാട്ടുകാരാണ് കൈകാര്യം ചെയ്യുന്നത്, ദേശക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പട്ടണവാതിക്കലോട് ഇവന് കയറാൻ പറ്റുകയില്ല. കേറിയാൽ നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്യും. കാരണം ഇവനൊരു അനിയനുണ്ട്, അല്ലെ ഒരു ചേട്ടനുണ്ട്. മൂത്തവൻ വയലിലായിരുന്ന ഇവനൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. അവനാണെങ്കിൽ ആ നാട് മൊത്തവും പറഞ്ഞു ഇവൻ പോയി നഷ്ടപ്പെട്ടു എന്നും ഇവൻ തകർന്നെന്നും അടിച്ചിറക്കാവുന്ന മുഴുവൻ ഐറ്റവും അവൻ അടിച്ചിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരാലും അവൻ വെറുക്കപ്പെട്ടിരുന്നു, എല്ലാവരാലും അവൻ തിരസ്കരിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ നിയമങ്ങൾ പോലും ആ പട്ടണത്തിൽ അവൻ കയറാൻ അവനെ അനുവദിക്കുന്നില്ല. അവനെ ആരെങ്കിലും കണ്ടാൽ അടിക്കാനും കലുപെറുക്കി എറിയാനും തീരുമാനം എടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുത്തന് ഇവനെ തൊടാതെ സംരക്ഷിക്കുന്ന ഒരു കരം, ഇവനെ കേറി പിടിച്ച് ഇവനെ വാരി പുണർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ആത്മാവിൽ കാണുന്നവരെ ഞാൻ നോക്കി പറയും, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാ. നിനക്കത് മനസ്സിലാകും. ഞാൻ എന്തോ ഈ പ്രസംഗിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകും കുഞ്ഞെ. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്താനും, എല്ലാവരും നിന്നെ തകർത്ത് കളയാനും, എല്ലാവരും നിനക്കെതിരെ അപവാദം പറയാനും, എല്ലാവരും നിന്നെ തീർത്തു കളയാനും ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ, അവൻ ആയിരങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ, നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ വാരി പുണരുന്നത്? നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ ചേർത്ത് പിടിക്കുന്നത്? നീ കാണുന്നുണ്ടോ ഒരു കരം നിന്നെ സംരക്ഷിക്കുന്നത്? എന്നിട്ട് അപ്പൻ പറയുക, ഓ, തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. അൺകണ്ടീഷണൽ ലവ് അല്ലേ ഇവിടെ കാണുന്നേ? ആണോ അല്ലയോ? വ്യവസ്ഥകളില്ലാതെ പോയി കുളിച്ചിട്ട് വാ. നീ എവിടെ പോയിരുന്ന? വസ്ത്രം മാറിയിട്ട് പന്നിക്കൂട്ടിന്ന് വന്നല്ലേ? മുഷിഞ്ഞ വസ്ത്രമായിട്ട് വന്നല്ലേ? അഴുക്ക് പിടിച്ച വസ്ത്രവുമായി വന്നല്ലേ? അലഞ്ഞു തിരിഞ്ഞിട്ട് വന്നല്ലേ? ദുർഗന്ധം വമിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കൈയുണ്ട്. ദുർഗന്ധം വമിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമായ എന്റെ ദൈവത്തിന്റെ കരം, ആ കരമായ എന്റെ അപ്പാടെ കരം. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ നീ അപ്പം പറയുമ്പോഴേ അത് മാന്യതയുടെ അങ്കിയാ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജോസഫ് വാർദ്ധക്യത്തിലെ തന്റെ മകനായതുകൊണ്ട് യാക്കോബ് അവന്റെ മക്കളിൽ ഏറ്റവും അധികം അവനെ സ്നേഹിച്ചത് കൊണ്ട് മേൽത്തരമായൊരു അങ്കി അവനെ ധരിപ്പിച്ചെന്ന്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടവനുള്ളതാണ് ഈ അങ്കി, ഏറ്റവും കൂടുതൽ മാനിക്കപ്പെട്ടവനാണുള്ളത് ഈ അങ്കി. അങ്ങനെങ്കിൽ ഈ അപ്പൻ ഈ പുതപ്പ് ഇവനെ പുതപ്പിക്കുമ്പോൾ ആ പുതപ്പിന് ഞാനൊരു പേര് പറയുക,
ദ ബ്ലാങ്കറ്റ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട്, സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുത്ത് പറയുക. നമ്മളൊക്കെ പലരും സ്നാനപ്പെട്ട് ഒരാൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പം ബെഡ്ഷീറ്റ് കൊണ്ടും തുണി കൊണ്ടും അവരെ പൊതിഞ്ഞിഞ്ഞ് കയറ്റി വിടും. ബെഡ്ഷീറ്റ് കൊണ്ടും തുണി കൊണ്ടും ആ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളിനെ പൊതിഞ്ഞിഞ്ഞ് കയറ്റി വിടും. പക്ഷേ പിന്നെ അവനോട് മിണ്ടിയില്ലേ മിണ്ടിയില്ല, കണ്ടാ കണ്ടു, കണ്ടില്ലേ കണ്ടില്ല. മക്കളെ, കർത്താവിലേക്ക് വന്നവരെയും വരാത്തവരെയും നീ പുതപ്പിക്കേണ്ടത്, നീ ഇങ്ങനെ കവർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച ഏതെങ്കിലും ഒരു തുണി കൊണ്ട് മാത്രം ആകരുത്. അത് ആവശ്യമാണ്, അതുകൊണ്ട് മാത്രം ആകരുത്. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് അവരെ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കണം. സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് അവരെ കവർ ചെയ്ത് പിടിക്കണം. ഈ അപ്പൻ അതാ ചെയ്തേ. ആ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ചു. 2, വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സത്യം, അവന്റെ കൈക്ക് മോതിരം ഇടിവിച്ചു. അത് അധികാരത്തെ കാണിക്കുന്നു. അവന്റെ കാലിന് ചെരുപ്പിടിയിച്ചു. അത് സമാധാന